കുളപ്പട ഗ്രാമസഭയുടെ ആശ്വാസതീരം പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ സമ്മാന കൂപ്പണിന്റെ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം നടന്നു. പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായനിധി സമ്മാന കൂപ്പണിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. കാസിം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ കുളപ്പട ഫിറോസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഒരുക്കിയിരിക്കുന്നത്. പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി വാർഡ് വികസന സമിതിയും ഒരുക്കിയിട്ടുണ്ട്. കരുതലോടെ കരുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് തണലായി ഇത്തരം ഒരു പദ്ധതി എത്തുന്നത്. പൊതുജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യം. നാടിന് പ്രതീക്ഷ നൽകുന്ന ഒരു പരിപാടിയുമായി കുളപ്പട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കുളപ്പടയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കാര്യം. ബഹുമാനപ്പെട്ട സർക്കാരുകൾ അവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതിയാകുന്നില്ല എന്നറിയാം. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രോഗികളായിട്ടുള്ള ആൾക്കാർ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് മെഡിക്കൽ ബെഡുകൾ ഇല്ലാത്ത അവസ്ഥ, അതുപോലെ വാട്ടർ ബെഡും എയർ ബെഡും കിട്ടാത്ത അവസ്ഥ, അതുമൂലം ശരീരം പൊട്ടുന്ന ഒരവസ്ഥ, കേവലം വാക്കിംഗ് സ്റ്റിക്കിന് പോലും ക്രച്ചസിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ, രോഗിയായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തിക ഞെരുക്കം കാരണം പെട്ടെന്ന് തന്നെ ആംബുലൻസ് വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യം, ഇതൊക്കെ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു സംരംഭത്തിന് നമ്മൾ ഇറങ്ങിയത്. കുളപ്പട എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ഭേദങ്ങൾക്കും അതീതമായി എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മണ്ണാണ്. ഇന്നലകളിൽ അത്തരമുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കുളപ്പട നാട് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശ്വാസ തീരം പാലിയേറ്റീവ് സപ്പോർട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പുതിയ ആശയത്തെയും ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുളപ്പട വാർഡ് മെമ്പർ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ആശ്വാസ തീരം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ട് അശരണരും അതുപോലെ തന്നെ ചികിത്സാ സഹായം കിട്ടാതെ ഉഴലുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരാശയം പറയുമ്പോൾ ഈ കുളപ്പടയുടെ മണ്ണിലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിൻ്റെ ജനതയുടെ വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും കർമ്മ പദ്ധതികൾക്കും എല്ലായ്പ്പോഴും ഒരുമിച്ച് നിന്നിട്ടുള്ള ജനതയാണ് ഈ പ്രദേശത്തുള്ളത്. ഇത്തരത്തിലൊരു പദ്ധതിയുമായി വാർഡ് മെമ്പർ മുന്നോട്ട് വരുമ്പോൾ കലവറയില്ലാത്തൊരു പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളായാലും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരായിരുന്നാലും മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഒട്ടനവധി ആൾക്കാർ, അവർക്ക് കിടക്കാൻ നല്ലൊരു ബെഡില്ലാതെ, അതുപോലെ തന്നെ കെയർ യൂണിറ്റിൻ്റെ അഭാവം, അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസിൻ്റെ ഒരു അഭാവം, അത് നന്നായി അലട്ടുന്ന ഒട്ടനവധി ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ കുളപ്പട ഗ്രാമപഞ്ചായത്തിൽ വാർഡിനകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംരംഭം ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുവാനായി മുന്നോട്ട് വന്നിട്ടുള്ളത്. കുളപ്പട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആശ്വാസതീരം പദ്ധതി തുടങ്ങാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ വന്ന ആശയം അനുസരിച്ച് ഇതിലൊരു വികസന സമിതി രൂപീകരിക്കുകയും അതിലൂടെ ഒരു പാലിയേറ്റീവ് കെയർ, അതിൻ്റെ ബെഡ്, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ കുളപ്പടയിൽ വേണമെന്നാവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ഒരു സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കുളപ്പട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ
കുളപ്പട പ്രദേശത്ത് ഒരു ചുരുങ്ങിയ വാർഡ് പ്രദേശത്ത് നിരവധിയായ നിർധനരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ അവർ അസുഖബാധിതരാകുമ്പോഴും അതുപോലെ രോഗാവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്കും അതായത് പാലിയേറ്റീവ് ഉപകരണങ്ങൾക്കും മറ്റുമെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിലുള്ള സ്ഥലം. ഇത്തരമൊരു സംരംഭത്തിലൂടെ അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ അവർക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ, വീൽചെയർ, അതുപോലെ ബെഡ്, അതുപോലെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആശ്വാസ തീരം എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് നമ്മുടെ വാർഡ് മെമ്പറുടെ ആശയത്തെ ഇന്നാട്ടിലെ സാമൂഹ്യ രംഗത്തും അതുപോലെ പൊതുരംഗത്തുമുള്ള ബഹുജനങ്ങളെ ഒന്നാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ സംരംഭത്തെ ഒരു മഹാവിജയമാക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കുളപ്പട ഗ്രാമസഭയും വികസന സമിതി കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഈ വാർഡിലുള്ള ആളുകളെ പാലിയേറ്റീവ് പേഷ്യൻ്റ് എനിക്കൊന്ന് നിരവധിയായ ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം മാക്സിമം എല്ലാ വീടുകളിലും പോകാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിയാണ്. അപ്പം അങ്ങനെ ഞാൻ പോയപ്പോൾ തന്നെ നമ്മുടെ വാർഡിൽ ഏകദേശം 25ഓളം പാലിയേറ്റീവ് പേഷ്യൻസ് നമ്മുടെ വാർഡിൻ്റെ പല ഭാഗങ്ങളിൽ നിർധനരായ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ കഷ്ടത അനുഭവിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ICU ബെഡ് അടക്കമുള്ള വാട്ടർ ബെഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അത് നിർധനരായതുകൊണ്ട് തന്നെ അത് വാങ്ങുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പലപ്പോഴും അവർ ഈ കിടക്കുന്ന കിടക്കയിൽ മുറിവ് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ വാർഡിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് ഉണ്ടായത്. ആശ്വാസ തീരം എന്നുള്ള ഒരു പ്രോജക്റ്റാണ്, ഈ പദ്ധതിയാണ് ഈ പേര് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആശ്വാസ തീരം എന്ന പദ്ധതിക്ക് തന്നെ, ഈ പേരിന് തന്നെ ഒരു ആശയം മുന്നോട്ട് പറയാനുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വാർഡിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആളുകളെ സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലുണ്ടായിരുന്നത്. അത് ഈ വാർഡ് വികസന സമിതിയുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം ഇതിനെ സ്വീകരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പ്രാഥമിക ഉദ്ഘാടനം എന്ന് പറയുന്നത് ബഹുമാന്യനായ OJ ജനീഷ് മന്ത്രി ആണ് ഇത് ആദ്യം നിർവഹിച്ചത്. അത് കഴിഞ്ഞ് വികസന സമിതി തന്നെ കൂടി തീരുമാനമെടുത്തു, നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കൂടി ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുമലക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഈ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ്. ഈ നാട്ടിൽ തന്നെ നിരവധിയായ ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുമെന്നുള്ള ഉറപ്പുണ്ട്.